ലാലം ബ്ലോക്ക് പഞ്ചായത്തിൽ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും ബജറ്റ് അവതരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ചെറുവള്ളിൽ അവതരിപ്പിച്ചു. 20,41,09,329 രൂപ വരവും 20,09,60,928 രൂപ ചെലവും 31,48,401 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയിൽ പല KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള റേഡിയേഷൻ ഉപകരണം വാങ്ങുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 10 ലക്ഷം രൂപ വകയിരുത്തി. പാലിയേറ്റീവ് കെയറിന് 12 ലക്ഷം രൂപ, ആശാ വർക്കർമാരുടെ BP അപ്പാരറ്റസും യൂണിഫോമും വാങ്ങി നൽകുന്നതിന് പ്രത്യേക തുകയും വകയിരുത്തിയിട്ടുണ്ട്. ഉള്ളനാട് CSCയിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് 13 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. വനിതാക്ഷേമത്തിനായി വനിതാ ഓപ്പൺ ജിം വിത്ത് യോഗ സെന്റർ സ്ഥാപിക്കുന്നതിനായി 18 ലക്ഷം രൂപ വകയിരുത്തി. ഇതോടൊപ്പം വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് 6 ലക്ഷം രൂപ നീക്കിവെച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY പദ്ധതിക്ക് 56,82,922 രൂപ വകയിരുത്തി. കൂടാതെ ഉൽപ്പാദന ചെലവിന് അനുസൃതമായി വില ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന റബ്ബർ കർഷകർക്ക് സഹായകമായി ഗുണമേന്മയുള്ള ഗ്രോ ബാഗുകൾ കൃഷി ഭവനുമായി ചേർന്ന് വിതരണം ചെയ്യുന്നതിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് പാലാ മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ഇൻസിനേറ്റർ സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ബോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് തോമസ് ചെമ്പകശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനില മാത്തുക്കുട്ടി, ജനപ്രതിനിധികളായ റാണി ജോസ്, ബിജു PK, സെബാസ്റ്റ്യൻ KS, ലാലി സണ്ണി, ഷിബു പൂവേലിൽ, ജോസി ജോസഫ്, റൂബി ജോസ്, ഷീല ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ് KC എന്നിവർ പ്രസംഗിച്ചു.